ബിസിനസ് ഒന്നും മെച്ചപ്പെട്ടില്ല. ഇനി ഏതെങ്കിലും കുട്ടികളെ കിട്ടിയാലാ ഇനി കച്ചവടത്തിനൊരു കച്ചവടം കിട്ടുള്ളൂ. ആ ഒരു പയ്യൻ വണ്ടല്ലോ. ആ നമുക്ക് പറ്റിയ ഇരയാ, കൊള്ളാം. എടാ കൊച്ചനെ, ഇന്നത്തെ കാലത്ത് പഠിക്കാനും പോയിട്ടൊന്നും കാര്യമില്ല. നീ എന്റെ കൂടെ വേണമെങ്കിൽ കൂടിക്കോ. നിനക്ക് മൊബൈലോ സൈക്കിളോ എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തരാം. കുറെ പോലീസുകാർ ഇറങ്ങിയിട്ടുണ്ട് നാട് നന്നാക്കാൻ, കുറെ HISകാരുണ്ട്, കുറെ പൊതുപ്രവർത്തകരുണ്ട്. ഞാൻ ഈ പരിപാടി കൊണ്ടിട്ട് ഒരുപാട് കാലമായി. എന്നെ ഇതുവരെ പഠിക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഞാനൊന്നും വഴക്ക് പറയും. ഞാൻ പറഞ്ഞത് നിനക്ക് കേൾക്കാൻ പാടില്ലേ? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നിന്നെ അരിഞ്ഞു ഞങ്ങളെയും. ആ കൊള്ളാം, നല്ല സ്ഥലം. ആ ഒരു പോലീസുകാരും വന്നാലും പിടിക്കില്ല, നല്ല സ്ഥലമാണ്. അവൻ വരുന്നില്ല. എന്തോരം നേരായി അവൻ വരാണ്ടിരിക്കണു. കൊറേ നേരായി. ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതവൻ. വണ്ടി കിട്ടിയ നല്ല സാധനം. അടിപൊളി സാധനം. എന്തിനാ മോനെ, ഞാൻ കണ്ടു നിങ്ങൾ അവിടെ ചെയ്യുന്നതൊക്കെ. നിന്റെ വീട്ടുകാരറിഞ്ഞ കഷ്ടം തന്നെ. നിനക്കിതൊക്കെ എവിടുന്നാ കിട്ടണ മോനെ? നീ കുട്ടികളെ വഴിതെറ്റിക്കും അല്ലടാ. പിള്ളേരെ വഴിതെറ്റിക്കാൻ മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക്. നമ്മളെ കുട്ടികൾ വഴിതെറ്റി പോകാൻ കാരണം ആരാണ്? ഒന്ന് ചിന്തിക്കൂ. നമ്മൾ തന്നെയാണ് നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകാൻ കാരണം. കുട്ടികൾ ഏത് നിലയ്ക്ക് എവിടെയൊക്കെ പോകുന്നു എന്ന്, സ്കൂളിൽ പോകുന്ന വഴിക്ക് എങ്ങനെയൊക്കെ പോകുന്നു, ആരൊക്കെ കാണുന്നു എന്നുള്ളത് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കണം. നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോയാൽ നമ്മുടെ കുടുംബങ്ങളാണ് പോകുന്നത്. അതുകൊണ്ട് ഇതേപോലുള്ള ചതിക്കുഴികളിൽ ചെന്നുപെടാതെ നമ്മുടെ മക്കളെ രക്ഷിക്കാൻ നമ്മൾ തന്നെ ചിന്തിക്കണം. നമ്മുടെ നാട്ടിൽ നിന്നും ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളിൽ നിന്നും നമുക്ക് വിമുക്തി നേടാം. ഓരോരുത്തർക്കും തങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ലഹരി പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒത്തൊരുമയോട് പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം.